പ്രമേഹം ഇന്ന് പലരും നേരിടുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. ഭക്ഷണത്തിലെ നിയന്ത്രണങ്ങൾ കൊണ്ടാണ് ഇത് പ്രധാനമായും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ രക്തത്തിലെ പ്രമേഹത്തിൻ്റെ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ചില സുഗന്ധവ്യഞ്ജനങ്ങളുണ്ട്. ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് മൂലം ഷുഗർ കുറയ്ക്കാൻ പെട്ടെന്ന് തന്നെ ഗുണം ചെയ്യും. ഷുഗർ മാത്രമല്ല, കൊളസ്ട്രോൾ കുറയ്ക്കാനും തടി കുറയ്ക്കാനും ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, പ്രമേഹമുള്ളവരിൽ ഷുഗർ കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും തടി കുറയ്ക്കാനും ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി കൂടുന്നതിനുമൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡി അല്ലെങ്കിൽ നാച്ചുറൽ റെമഡിയാണ് ഞാനിന്ന് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ അടുക്കളയിൽ സ്ഥിരമായി കാണുന്ന ചില ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ റെമഡി തയ്യാറാക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ഹോം റെമഡി അല്ലെങ്കിൽ നാച്ചുറൽ റെമഡി തയ്യാറാക്കാനായി ഒരു ഗ്ലാസ്സിലേക്ക് കുടിക്കാവുന്ന ചൂടോട് കൂടിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ചൂടുവെള്ളത്തിലേക്കാണ് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉലുവയെടുത്ത് ചൂടാക്കിയതിനു ശേഷം പൊടിച്ചെടുക്കുക. അതിൽ നിന്നും കുറച്ച്, അതായത് 1/4 ടീസ്പൂൺ മാത്രം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ വളരെ നല്ലതാണ് ഉലുവ. പ്രകൃതിദത്തമായി ലയിക്കുന്ന ഫൈബറായ ഗാലക്ടോമാനൻ രക്തത്തിലേക്കുള്ള പഞ്ചസാരയുടെ ആഗിരണം കുറയ്ക്കാൻ സഹായിക്കും. ഇതുകൂടാതെ ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന അമിനോ ആസിഡുകളും ഉലുവയിൽ അടങ്ങിയിരിക്കുന്നു. പ്രോട്ടീൻ, ഫൈബർ, വൈറ്റമിൻ സി, നിയാസിൻ, പൊട്ടാസ്യം, ഇരുമ്പ്, ആൽക്കലോയിഡുകൾ എന്നിവ ഉലുവയിൽ അടങ്ങിയിരിക്കുന്നു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സിനാമൺ പൗഡറാണ്, അതായത് കറുവപ്പട്ട പൊടിച്ചെടുത്തത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വളരെ നല്ലതാണ് കറുവപ്പട്ട. കൂടാതെ പ്രമേഹമുള്ളവരുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും ഇത് സഹായിക്കും. ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ കൊഴുപ്പ് കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും മെറ്റാബോളിസം ഇംപ്രൂവ് ചെയ്യാനുമൊക്കെ സഹായിക്കുന്ന നല്ലൊരു സുഗന്ധവ്യഞ്ജനം കൂടിയാണ് കറുവപ്പട്ട. 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൗഡർ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചുക്കാണ്. ചുക്ക് പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഞാനിവിടെ ഒരു കഷ്ണം ചെറിയ ചുക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഈ ചുക്ക് പൊടിയിൽ നിന്ന് 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയുടെ അതേ ഗുണങ്ങൾ തന്നെയാണ് ചുക്കിനുമുള്ളത്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്ത് ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസിൻ്റെ ആഗിരണം സെൽസിലേക്ക് കൃത്യമായി നടക്കാൻ ഇഞ്ചി സഹായിക്കും, അതായത് ചുക്ക്. കൂടാതെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും വളരെ നല്ലതാണ് ചുക്ക്. ഇതിലടങ്ങിയിരിക്കുന്ന മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ ചീത്ത കൊളസ്ട്രോൾ കുറച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഇനി പ്രമേഹമുള്ളവരിൽ വണ്ണമുണ്ടെങ്കിൽ മെറ്റാബോളിസം ഇംപ്രൂവ് ചെയ്ത് പ്രത്യേകിച്ച് വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും വളരെ നല്ലതാണ് ചുക്ക്. 1/4 ടീസ്പൂൺ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ജീരകം. 1/4 ടീസ്പൂൺ ജീര പൗഡർ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ് ജീരകം. ഇതിലടങ്ങിയിരിക്കുന്ന തൈമോകൈനോൺ എന്ന ഘടകമാണ് ജീരകത്തിന് ഔഷധ ഗുണങ്ങൾ നൽകുന്നത്. പ്രമേഹമുള്ളവരിൽ പ്രത്യേകിച്ച് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കുറയ്ക്കാനാണ് ജീരകം സഹായിക്കുന്നത്. കൂടാതെ ഗ്യാസ്, ആസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും വളരെ നല്ലതാണ് ജീരകം. ഇനി പ്രമേഹമുള്ളവരിൽ തടിയുണ്ടെങ്കിൽ മെറ്റാബോളിസം ഇംപ്രൂവ് ചെയ്ത് തടി കുറയ്ക്കാനും ജീരകം നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് അവസാനമായി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്, അതാണ് മഞ്ഞൾ. ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണമുള്ള ഘടകമാണ് മഞ്ഞളിലെ കുർക്കുമിൻ. ഇത് പ്രമേഹമുള്ളവരിൽ കിഡ്നിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻസ് ഇംപ്രൂവ് ചെയ്യാനും ശരീരത്തിലെ ടോക്സിൻസ് എല്ലാം റിമൂവ് ചെയ്യാനും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും വളരെ നല്ലതാണ് മഞ്ഞളിലെ കുർക്കുമിൻ. മഞ്ഞൾ ഒരു നുള്ളു മാത്രമേ ചേർക്കാവൂ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുടിക്കുക. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് അരമണിക്കൂർ മുൻപാണ് കുടിക്കേണ്ടത്. ഇനി രാവിലെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് ഇത് കുടിക്കുക. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല റിസൾട്ടായിരിക്കും രാവിലെ കിട്ടുന്നത്. പിന്നെ ഈ ഒരു ഹോം റെമഡി അല്ലെങ്കിൽ നാച്ചുറൽ റെമഡി തയ്യാറാക്കി കുടിക്കുന്നതിനോടൊപ്പം തന്നെ നല്ലൊരു ഡയബറ്റിക് ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം. തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും കൊളസ്ട്രോൾ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങളും ഇതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫൈബറും പ്രോട്ടീനും ധാരാളം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുക. നല്ല റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. ഷുഗർ കുറയ്ക്കാൻ മാത്രമല്ല, കൊളസ്ട്രോൾ കുറയ്ക്കാനും ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി കൂടാനും തടി കുറയ്ക്കാനുമൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ല. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ
പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് തയ്യാറാക്കി കുടിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്നോടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്